പശ്ചിമേഷ്യയിൽ മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. ഇറാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിൽ ഇതുവരെ 1332 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ലെബനോണിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ 217 ഉയർന്നിരിക്കുന്നു. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു എന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്തു നിന്നും വരുമ്പോൾ മറുഭാഗത്ത് ഇറാന്റെ ശക്തമായ തിരിച്ചടിയുടെയും പ്രതിരോധത്തിന്റെയും വാർത്തകളാണ് ഇടം പിടിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രതിരോധ കോട്ട തകർത്തെറിഞ്ഞ ഇറാന്റെ മിസൈൽ ആക്രമണ വാർത്തകളാണ് ഏറ്റവും പുതിയതായി വരുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ കണ്ണും കാതുമായി പ്രവർത്തിച്ചിരുന്ന ഏറ്റവും അത്യാധുനികമായ മിസൈൽ പ്രതിരോധ റഡാർ സംവിധാനം ഇറാന്റെ മിസൈൽ പ്രഹരത്തിൽ തകർന്നിരിക്കുന്നു. ജോർദാനിൽ സ്ഥാപിച്ചിരുന്ന ഗൾഫ് മേഖലയിലെ മുഴുവൻ പ്രതിരോധത്തെയും ഏകോപിപ്പിച്ചിരുന്ന ഈ റഡാർ നിലയം തകർന്നതോടെ മേഖലയിലെ ഇസ്രായേൽ സുരക്ഷാ കവചം പൂർണ്ണമായും അപ്രസക്തമായിരിക്കുകയാണ്. ജോർദാനിലെ അതീവ രഹസ്യവും തന്ത്രപ്രധാനവുമായ റഡാർ കേന്ദ്രമാണ് തകർന്നിരിക്കുന്നത്. അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇത് തകർത്തിരിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയാനും തടയാനുമുള്ള അമേരിക്കയുടെ ശേഷിയാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും പുറത്തുവരുന്നത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. ഇത്രയും കാലം അജയ്യമായ സുരക്ഷാ കവചം എന്ന് കരുതിയിരുന്ന അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈൽ കരുത്തിന് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ജോർദാനിലെ സുപ്രധാന റഡാർ സ്റ്റേഷൻ തകർന്നതോടെ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയും ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകളെ തടയാൻ രൂപകൽപ്പന ചെയ്ത റഡാർ കണ്ണുകൾ ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. ജോർദാനിലെ സൈനിക താവളത്തിൽ സ്ഥാപിച്ചിരുന്ന ഈ സംവിധാനമാണ് മേഖലയിലെ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് ഈ റഡാർ ഇത്ര പ്രധാനമായിരുന്നത്? അറബ് രാജ്യങ്ങളിലും ഇസ്രായേലിലും സ്ഥാപിച്ചിട്ടുള്ള പാട്രിയറ്റ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ നട്ടെല്ലായിരുന്നു ഈ റഡാർ നിലയം. ഇറാന്റെ ഉള്ളിൽ നിന്ന് തൊടുക്കുന്ന മിസൈലുകളെ മിനിറ്റുകൾക്കുള്ളിൽ കണ്ടെത്താനും അവയെ തകർക്കാൻ നിർദ്ദേശം നൽകാനുമുള്ള ശേഷി ഇതിനുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. യുഎസിന്റെ മിസൈൽ പ്രതിരോധ റഡാർ സംവിധാനത്തിന് കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഗൾഫ് മേഖലയിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ആകെ ഏകോപിപ്പിച്ചിരുന്ന നിർണായക റഡാർ സംവിധാനം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. $300 ദശലക്ഷം ചെലവ് വരുന്ന റഡാർ സംവിധാനമാണ് തകർന്നിരിക്കുന്നത്. ജോർദാനിലെ മൂവാഗാഫ് സാൾട്ടി വ്യോമതാവളത്തിലായിരുന്നു ഇതുണ്ടായിരുന്നത്. റഡാർ സംവിധാനത്തിന്റെ തകർച്ച ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മിസൈലുകളെ നേരിടുന്നതിൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന് US ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ പറഞ്ഞുവെക്കുന്നു. യുദ്ധത്തിന്റെ തുടക്ക ദിവസങ്ങളിൽ തന്നെ യുഎസിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇറാൻ തകർത്തു എന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നതാണ്. യുഎസിന്റെ താഡ് മിസൈൽ സംവിധാനത്തിന്റെ ഭാഗമായ ANTPY-2 റഡാറാണ് ഇത്. ഫെബ്രുവരി 28-നും മാർച്ച് 3-നും ജോർദാനിലെ US സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായാണ് പറയപ്പെടുന്നത്. ഇവയെ പ്രതിരോധിച്ചു എന്നും US അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ ആക്രമണത്തിലാണ് റഡാർ സംവിധാനം തകർന്നതായി ഇപ്പോൾ കരുതുന്നത്. ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള യുഎസിന്റെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് താഡ് മിസൈൽ സംവിധാനം. ജോർദാനിലെ താഡ് സംവിധാനം തകർന്നാൽ പിന്നീട് ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ചുമതല ഷോർട്ട് റേഞ്ചുള്ള പേട്രിയറ്റ് മിസൈൽ സംവിധാനത്തിനായിരിക്കും. എന്നാൽ പേട്രിയറ്റ് സംവിധാനത്തിനുള്ള മിസൈലുകൾ ഇപ്പോൾ തന്നെ ദൗർലഭ്യം നേരിടുകയാണ്. യുഎസിന് ലോകത്താകെ 8 താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാണുള്ളത്. ഓരോന്നിനും $100 കോടി വീതമാണ് ചിലവ് വരുന്നത്. ഇതിന്റെ ഭാഗമായ റഡാറിന് $30 കോടി ചിലവായത്. ഇറാന്റെ ആക്രമണത്തിൽ റഡാർ സംവിധാനത്തിന് ഏറ്റ തകരാർ യുഎസിന് വലിയ തിരിച്ചടിയായതായാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന ഓരോ ഇന്റർസെപ്റ്റർ മിസൈലിനും ഏകദേശം $13 മില്യൺ വില. വെള്ളിയാഴ്ച US പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിൽ ലോക്ഹീഡ് മാർട്ടിൻ, ആർക്ടിക് എക്സ് ഉൾപ്പെടെയുള്ള ആയുധ നിർമ്മാതാക്കളുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു. US സേനയ്ക്ക് ആയുധങ്ങൾ കുറയുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഇത്. ആയുധ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് യോഗത്തിൽ നിർമ്മാതാക്കൾ നൽകിയിരിക്കുന്നത്. ഒരു താഡ് യൂണിറ്റിൽ 90 സൈനികർ, ട്രക്ക് ഘടിപ്പിച്ച 6 ലോഞ്ചറുകൾ, ഓരോ ലോഞ്ചറിലും 8 വീതമായി 48 ഇന്റർസെപ്റ്ററുകൾ, ഒരു TPY-2 റഡാർ, കൂടാതെ ഒരു ഫയർ കൺട്രോളർ, കമ്മ്യൂണിക്കേഷൻ യൂണിറ്റ് എന്നിവയാണ് ഉൾപ്പെടുന്നത്. അതീവ കൃത്യതയാർന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇറാൻ ഈ ഓപ്പറേഷനായി ഉപയോഗിച്ചത്. ലോകത്തിലെ ഏറ്റവും വികസിതമായ മിസൈൽ പ്രതിരോധ കവചങ്ങളെ പോലും കബളിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈലുകൾ. റഡാർ സംവിധാനം പ്രതികരിക്കുന്നതിന് മുൻപേ ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വരാനിരിക്കുന്ന മിസൈലുകളെ കണ്ടെത്താനുള്ള കണ്ണ് നഷ്ടപ്പെട്ടതോടെ മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾ ഇപ്പോൾ കടുത്ത ഭീഷണിയിലാണ് ഉള്ളത്. അമേരിക്കൻ സാങ്കേതിക വിദ്യയ്ക്ക് ഇറാന്റെ മിസൈൽ വേഗതയെ തടുക്കാനാകില്ല എന്ന ലോകത്തിന് മുന്നിൽ ഇപ്പോൾ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ വ്യോമ നിയന്ത്രണത്തിൽ ഇറാൻ വ്യക്തമായ മേൽക്കോയ്മ ഇതോടെ നേടിയിരിക്കുകയാണ്. ഈ ആക്രമണം വെറും ഒരു റഡാർ തകർക്കൽ മാത്രമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ആധിപത്യത്തിനേറ്റ കനത്ത പ്രഹരം കൂടിയാണ്. ഇറാന്റെ പ്രഹരശേഷിയെ കുറച്ചു കണ്ടവർക്കുള്ള മറുപടി കൂടിയാണ് ഇത്. മേഖലയിൽ ഇനി ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യത്തിന് മിസൈലുകൾ കൊണ്ട് ഇറാൻ ഉത്തരം നൽകുകയാണ്. അതേസമയം യുദ്ധത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് അമേരിക്കയും വ്യക്തമാക്കിയിരിക്കുകയാണ്.
ഇറാൻ നിരുപാധികം കീഴടങ്ങാതെ ഒത്തുതീർപ്പിനില്ല എന്ന് പറഞ്ഞ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US ആയുധ ശേഖരം വിശാലമാക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ പ്രതിരോധ നിർമ്മാണ കമ്പനികളുമായി ധാരണയിലെത്തിയെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. പ്രമുഖ പ്രതിരോധ നിർമ്മാണ കമ്പനികളുടെ തലവന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളിൽ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്കയുടെ ആന്റി ഡ്രോൺ സംവിധാനം മെറോസ് ഉടൻ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വിന്യസിക്കുമെന്ന് UN സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവൈറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ടെഹ്റാനിലെയും കെർമാൻഷായിലെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേലും സ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1332 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടുന്നു. ഇറാന് പിന്നാലെ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ദാഹിയ മേഖലയിലും തെക്കൻ ലെബനോണിലും നടന്ന ആക്രമണത്തിൽ 217 പേർ കൊല്ലപ്പെട്ടതായാണ് ഏറ്റവും പുതിയ വിവരം. ഹിസ്ബുള്ള കമാൻഡ് സെന്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണങ്ങൾ. എന്നാൽ ഇറാനുമായി റഷ്യ അമേരിക്കയുടെ നിർണായക സൈനിക വിവരങ്ങൾ പങ്കിടുന്നുവെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇതുവഴി എളുപ്പത്തിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ഇറാന് കഴിയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. ആശയവിനിമയങ്ങൾ നിരീക്ഷിച്ച് അവരുടെ സൈനിക വിന്യാസങ്ങൾ മനസ്സിലാക്കാനും അതുവഴി ഇറാന് സാധിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ നടപടി അമേരിക്കയോടുള്ള മധുരമായ പ്രതികാരം കൂടിയാണ്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക യുക്രൈന് നൽകുന്ന സൈനികവും ഉപഗ്രഹവുമായ സഹായത്തിന് പ്രതികാരമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ച നീക്കമായിരിക്കാം എന്നാണ് യുദ്ധ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സംഘർഷത്തിന് മുൻപ് ചൈന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി പുനർനിർമ്മിക്കാൻ സാങ്കേതിക സഹായം നൽകിയതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ യുദ്ധത്തിൽ ചൈന നേരിട്ടുള്ള സൈനിക സഹായം നൽകിയിട്ടില്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് എങ്കിലും യുദ്ധം മൂർച്ഛിച്ചാൽ റഷ്യയും ചൈനയും നേരിട്ടിടപെടാനുള്ള സാധ്യതയും ഏറെയാണ്. ലോകത്തിലെ വൻ ശക്തികൾ തമ്മിലുള്ള മത്സരവും സംഘർഷവും കൂടുതൽ വ്യാപിക്കുന്നുവെന്ന സൂചനകളാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. റഷ്യ പിന്നിൽ നിന്ന് നൽകുന്ന ഊർജം അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്നതാണ്. ഇതുമൂലം അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെ പോലും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് മാറ്റേണ്ട ഗതികേടാണ് ലോക വൻ ശക്തിക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. റഷ്യയുടെ ഉപഗ്രഹ നിരീക്ഷണ ശേഷിയാണ് ഇറാനെ സഹായിക്കുന്ന പ്രധാന ഘടകം. റഷ്യയുടെ ഏകദേശം 110 സൈനിക ഉപഗ്രഹങ്ങൾ പ്രവർത്തനക്ഷമമായിരിക്കുമ്പോൾ ഇറാൻ ഏകദേശം 13 ഉപഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. അതിൽ ചിലത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച വിമാനത്താവളങ്ങൾ, സൈനിക താവളങ്ങൾ, നാവിക നീക്കങ്ങൾ എന്നിവ കണ്ടെത്താൻ സാധിക്കും. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യുഎസ് ജെറാൾഡ് ആർട്ട്ഫോർഡിന്റെ നീക്കങ്ങൾ പോലും ഇറാന് നിഷ്പ്രയാസം ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയെന്ന് അവകാശപ്പെടുന്ന അമേരിക്കയെ പോലും പ്രതിരോധത്തിലാക്കാൻ ഇറാന് കഴിയുന്നത് സമാനതകളില്ലാത്ത അവരുടെ മിസൈൽ ഡ്രോൺ കരുത്തുകൊണ്ട് മാത്രമല്ല, അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ കരുത്തുകൂടി കൊണ്ടാണ്. വെറുമൊരു പ്രാദേശിക ശക്തിയല്ല ഇറാൻ, മറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യയും അവരുടെ കരുത്തും റഷ്യൻ രഹസ്യ വിവരങ്ങളും ചേരുമ്പോൾ ഇറാൻ ഒരു അജയ്യമായ ഗ്രാൻഡ് പവറായി മാറിയിരിക്കുന്നു. ആക്രമിക്കാൻ വരുന്നവർക്ക് തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണ് എന്ന് മാത്രമല്ല, തകർക്കാനാവാത്ത റഡാർ കേന്ദ്രങ്ങളെ പോലും മണ്ണടിയിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഗ്രാൻഡ് കരുത്ത പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിച്ചേക്കാം.